गाइस वेलकम बैक टू आवर चैनल। तो एक्शन हीरो बिज्जू के प्री क्लाइमेक्स सीन के साथ आ गया है यार। तो इसमें ना बहुत सारे केसेस सॉल्व करते हुए हम लोगों ने बिज्जू को देखा एंड बहुत चीजें पता लगी। फिलहाल तो वीड वाला केस आया तो देखते हैं कि यार मतलब वो स्ट्रिक्ट है देखते हैं, लेकिन वो बच्चों के साथ भी अपनी स्ट्रिक्टनेस दिखाते हैं कि उनको मौका देते हैं। क्या होता है वो तो इस पार्ट में पता लगेगा। तो देखते हैं कि पार्ट कैसा होता है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। अरे टी शर्ट ഊരിക്കേ शर्ट क्यों बोल रहा है रिमूव करने के लिए? टी शर्ट ഊരാ इसको समझे ഇതിനു മുമ്പേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നിനക്കുള്ള സമ്മാനം തരാം. ടി ഷർട്ട് ഊരാ ഇവിടെ വാടാ മുട്ടുതറ എനിക്കല്ല സാർ മിണ്ടരുത് നീ നിന്റെ അടുത്ത് നിനക്ക് സ്കൂളിൽ കഞ്ചാവ് കൊടുക്കണല്ലേ खराब कर रहे हैं മുനിയാ പിന്നെ എന്താണ് അതിന്റെ പണി? കഞ്ചാവിപ്പിലാണ് അതിന്റെ പണി. എടോ അങ്ങോട്ട് ബാക്കി पढ़ रहे यार। तब किससे बोला था यार बच्चों को भी, वो भी फीड देने के लिए बच्चों को। ഒന്നും പറയും സാറേ, ഞാനിത് കൈ കൊണ്ട് തൊടൂല സാറേ. അയ്യോ നമ്മുടെ ഇടൊന്നും അവനായിട്ടില്ല, അവൻ നൊട്ടോറിയസ് ക്രിമിനലല്ലേ. മൊത്തം പോച്ചിരിക്കുന്ന ഫോട്ടോസ് ആണോടാ? സാറേ അത് കഞ്ചാവല്ല സാറേ, അത് ഹുക്ക് വലിക്കുന്ന ഫോട്ടോസാ സാർ. यार അവന്റെ മുഖം പോലും കാണാൻ പാടില്ല. അവന്റെ പിള്ളേരുടെ അമ്മമാര് വന്നിട്ടുണ്ട്. അവരമ്മ बहुत गलत। എൻ്റെ അമ്മേന് സാറേ. എന്താ ചെയ്തേ? എന്ത് നിങ്ങളുടെ മകൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല അമ്മ, സത്യമായിട്ടൊന്നും ചെയ്തില്ല അമ്മ. അമ്മ यार ഇവന്റെ അച്ഛൻ എന്തേ? മെട്രിയില്ല സാറേ, പിടിച്ചിട്ടോട്ട് കിട്ടുന്നില്ല. എന്താ ചെയ്യണ്ടേന്നും അറിയില്ല. ബോർഡറിലാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അറിയില്ല. അമ്മാമ്മേ. നിന്റെ അമ്മയാണോ? എൻ്റെ അമ്മാമ്മേ സാറേ. അമ്മ ശരി. ഇവന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തേ? ഗൾഫിലാണ് സാറേ. അമ്മച്ചി നമ്മൾ വിളിപ്പിച്ചെന്തിനാന്ന് വെച്ചാലേ, എന്താ? എനിക്കിവിടെ നിന്നൊരു കോള് വന്നിരുന്നു. എൻ്റെ മോനെ അറസ്റ്റാണ്. ആ എസ്ഐയുടെ റൂമിലുണ്ട്. അവരെന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. ഇവന് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇവൻ നടന്ന് കുരുത്തക്കേട് കാണിക്കണമെന്ന് എനിക്കറിയില്ല സാർ. എനിക്ക് പേടിയാണ് സാറേ. अब क्या शक्ल वैसे बना रहे हैं? എന്തൊരു സാറേ? നിങ്ങളുടെ മകൻ യാത്ര ചെയ്യുന്ന വണ്ടിക്കകത്ത് നിന്ന് 2 കിലോ കഞ്ചാവ് കിട്ടി. 3 കൊല്ലം ജയിലിനകത്ത് കൊണ്ട കേസാണ്. ഇത് നമുക്കൊന്നും പറയാനില്ലേ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, എന്നാലേ ഇവരൊക്കെ പഠിക്കൂ. എൻ്റെ അച്ഛനെന്തേ? അവൻ്റെ വാപ്പച്ചി മരിച്ചു പോയതാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു സ്കൂൾ ടീച്ചറാണ് സാറേ. ഈ കൂട്ടത്തിലേക്ക് ആരെങ്കിലും നിങ്ങൾ അറിയോ? ഇവനെ എനിക്കറിയാം. എന്താണ് ഇവൻ്റെ പേര്? ബിനോയ്. ഇവൻ്റെ കൂടെ 1-2 പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും വാൺ ചെയ്തു, വേണ്ട ഈ കൂട്ട് വേണ്ട എന്ന്. ഇടയ്ക്ക് ഞാൻ ചോദിച്ചപ്പം ഇവൻ പറയുകയും ചെയ്തു ഇപ്പോൾ കൂട്ടൊന്നുമില്ല, അവനെ കാണാറില്ല എന്നൊക്കെ. പക്ഷെ എപ്പോഴും എന്തെങ്കിലും ഒരു അപകടത്തിൽ പോയി ചാടുന്നു. അവസാനം അതങ്ങനെ തന്നെ സംഭവിച്ചു. ഇത്രയും പറഞ്ഞ കൂസിലുണ്ടോ നോക്കിയേ. നിങ്ങൾ കടനെ കൊടുക്കാൻ നോക്കേ. कितनी बार समझाऊंगा मत कर मत कर। ഇവിടേക്ക് മുമ്പ് വെച്ച് എങ്ങനെയെന്ന് കരുതിയിട്ടാ. बेचारे पापा മൂത്തോള് പറഞ്ഞതാ ഇവന്റെ പേരിൽ മുമ്പ് കരഞ്ഞു കരഞ്ഞ് ചാവൂന്ന്. പക്ഷെ അപ്പം ഞാൻ തീരുമാനം എടുത്തു, ഇനി ഇവന് വേണ്ടി കരയില്ലാന്ന്. ഇന്നലെ ഒരു ചെക്കൻ കഞ്ചാവ് വലിക്കാൻ കാശ് പൊട്ടിക്കുന്നുണ്ട് ചോദ്യം ചെയ്യുന്ന സ്വന്തം അമ്മയുടെ തലമണ്ടടിച്ച് പൊട്ടിച്ചു. സ്കൂളിൽ പഠിക്കുന്നവനാണ്, ഇമാരുടെ കൂട്ടുകാരനാണ്. ഇവന്മാരെ പോലുള്ള പിള്ളേര് ഈ സാമാനം കുത്തി കയറ്റി ബോധമില്ലാണ്ട് രാത്രി റോഡിൽ ഇറങ്ങി സ്വന്തം പെങ്ങളെ ഇരുട്ടുവാക്കിയിട്ട് പിടിച്ച് റേപ്പ് ചെയ്യും. ഡൽഹി കേസ് കേട്ടല്ലേ?
കൂട്ടത്തിലേറ്റവും മൈനർ ആയിരുന്നവനാണ് ആ പെൺകുച്ചിനെ ഏറ്റവും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തത്. सिर्फ नशे में आकर ये सारी चीजें करते हैं. ആമ്പിള്ളേരുണ്ടായപ്പോൾ നിങ്ങളോട് സന്തോഷിച്ചല്ലേ? പെൺപിള്ളേർ സന്ധ്യ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ നിങ്ങൾ അന്വേഷിക്കും. ഇവന്മാരുടെ ഓരോ അന്വേഷിക്കണം. इतना नशा എവിടെ പോയി खराब എന്ത് होता ചെയ്തു है, എല്ലാം ये അന്വേഷിക്കണം. समझते ही नहीं है. ഇതേപോലെ ഒരു കേസിൽപ്പെട്ട ഇവന്മാർക്ക് ഭാവിയിൽ ഒരു ജോലി വിദേശത്ത് പോകാൻ ഒന്നും പറ്റില്ല. ഭാവി കൂമ്പടച്ചു പോകും. ഇപ്പൊ ഞാൻ വിട്ടേക്ക് മൂന്നേരത്തിന് ഇനി മേല എന്തെങ്കിലും കേസ് വരെ എന്റെ മുമ്പിലെങ്ങാനും വന്ന് പെട്ട ഇവന്റെ അവസ്ഥ ഉണ്ടല്ലോ, പിന്നെ എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. നട്ടലിടിച്ച് കളിക്കാൻ പഞ്ചസാരവെള്ളം കുടിപ്പിക്കും. മനസ്സിലായോടാ? പൊക്കല്ല ഈ മൊബൈൽ കൊണ്ടോ. सही बात है यार. और कितना अच्छा इन पर केस नहीं कर रहा है. मेरे को पता था यार इतना गंदा तो नहीं है बिज्जू. ഇവനെ സെല്ലടച്ചേക്കും. आंटी तो लतार देना चाहिए आंटी को. Number 1 platoon, 3 by the left, quick march. और यहाँ देखो कितने छोटे छोटे बच्चे हैं. ये भी तो वही है ना. Parade will advance, left, touch. സ്കൂൾ കുട്ടികൾക്കിടയിൽ കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ എത്തുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. SPC കേഡറ്റ്സിന് അതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ അറിയിക്കണം. ഒരെണ്ണം ഒഴിച്ചത് നമ്മൾ ആൻ്റപ്പച്ചേട്ടൻ്റെ മോനില്ലടാ, ഇന്നലെ കഞ്ചാവായിട്ട് പോലീസ് പിടിച്ച്. स्कूल वीडियो वाली तो बहुत बहुत बड़ा था यार. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിനും ലഹരിക്കും അടിമകളാണ്. ട്രൈ അടിക്കണമെന്ന് നല്ലത്. और रिटर्न ही ऐसा है, ये बहुत सच चीज है. നേരെ വന്നാൽ മതി. നേരെ സാറേ റോഡിന്റെ ലാസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് അകത്തേക്ക് വന്നാൽ മതി. അവിടെ ഒരു ബസ് കട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അതെ അതെ അതെ. ആ സാർ അവിടെ നിർത്തും. ഞാൻ കണ്ടു. ആ ഓക്കെ സാർ. നല്ല വാട്ടർ ഫ്രണ്ടേ ഉള്ള സ്ഥലം. അത് ശരി. സാറ് തലമടിക്കാൻ വന്നാണ്. മതി സാറേ, ചുമ്മാ ഇടാം. സാറേ ഓടുന്നതിന് മുമ്പ് ഒന്ന് 1 2 3 പറഞ്ഞേ. സാറേ ഗ്ലാസ് അങ്ങ് ഊരിക്കും, അല്ല ഓടുമ്പോൾ താഴെ പോകും. ഇപ്പൊ ജനമായി ഇത്തിരി പോലീസല്ലേ? ഇത്തിരി കാശ് കൊടുത്ത് ഊരിപ്പോരാ. പോലീസിന് ഇപ്പൊ ആർക്കാ പേടി? പോലീസ് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. നമ്മളെന്തിനു പേടിക്കണത്? ഇവിടെ ഓടിക്കോ. बिल्कुल तालाब ही शर्म नहीं है मतलब. ഈ ട്യൂഷൻ വരുന്ന ഓട്ടം ഉണ്ടോ? यार बहुत गलत हुआ. You are under arrest. बहुत गलत हुआ इनके साथ तो यार. കുട്ടി കളിച്ചിട്ടില്ല സാറേ. ഞാൻ ഈ പശുവിനെ തീറ്റിക്കണായിരുന്നു. തിരിച്ചു കഴിഞ്ഞാ നമുക്ക് പോകാം. ആരുടെ വിഷു? ആ वही तो. കുറച്ച് അല്ല വേണ്ട. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാലേ ചീതം പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. यार खाने के लिए मोयो इतनी अच्छी आंटी. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ. എന്റെ അടുത്ത് എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സാറേ. ഇവിടെ അടുത്ത് കുറച്ച് സാധനം കൊടുക്കാൻ മേടിക്കാൻ നോക്കുന്നു. ഇടിച്ചതിന്റെ സെന്ററിന്റെ എന്നാലുണ്ടോ? സാറേ, ആ മറ്റേ വിമൻ മിസ്സിംഗ് കേസിന്റെ പരാതിക്കാരനെ ദീർഘക്ഷണം വന്നിട്ടുണ്ട്. വരാൻ പറയും. വരൂ.
अच्छा वही वाला केस आया था ना, और नूरी। वाला पिट्टी 5 मंडे को आना 10 बजे, छोटी 5 बजे। ഇവന്റെ കൂടെയാണോ പോയത്? നിങ്ങൾ മാറിക്കടാ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പുറത്തേക്ക് ഞാൻ സ്ട്രേറ്റും സംസാരിക്കട്ടെ. यार लेकिन अंकल के साथ कितना बुरा हुआ। എന്താണ് നിങ്ങളുടെ ഭർത്താവിനുള്ള പ്രശ്നം? അയാൾ മദ്യപിച്ച് ഉപദ്രവിക്കുകയും ചെയ്യരുത്. കള്ളു കുടിക്കൊന്നുമില്ല. ശരീരം വരത്തില്ലേ? തരും. വേറെ സ്ത്രീകളായിട്ട് എന്തെങ്കിലും ബന്ധം? അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ചുരുക്കം പറഞ്ഞാൽ അയാൾക്കൊരു കുഴപ്പമില്ല, അയാളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. നിങ്ങൾ ഈ കുഴപ്പങ്ങൾ ഒപ്പിച്ചിട്ടും തിരിച്ചു വന്ന് സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് അയാൾ പറയുന്നത്. കൂടെ क्यों? क्या शॉपड़े के साथ रहना है क्या? ജീവിക്കാൻ എനിക്കൊരു പൊരുത്തമില്ല. क्यों? കാര്യം എനിക്ക് മനസ്സിലായി. നിനക്ക് മറ്റവനോട് പ്രണയം അല്ലേ? സാറിനെ നിർബന്ധിക്കണ്ട സാറേ. എങ്ങനെയെങ്കിലും കേസൊന്ന് ഒഴിവാക്കി തരണം സാറേ. यार कितनी गंदी आंटी है यार, कितनी गंदी है। സർ അവരുടെ വിളിക്ക്. എത്ര ഞാൻ ഇവരോട് സംസാരിച്ചു. നിങ്ങളുടെ കൂടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. സാർ ഞാൻ ഇന്നേ വരെ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞാൽ തിരുത്താനും ഞാൻ തയ്യാറാണ് സാർ. കാര്യം അതൊന്നല്ല, ഇവൾക്ക് അവനോട് പ്രണയം, അതന്നെ കാര്യം. അവൾക്ക് അവൻ്റെ പോണാണ് സന്തോഷമെങ്കിൽ यार कितना कुഴപ്പമില്ല സാർ. भाई, कितना अच्छा है। പക്ഷേ എനിക്ക് എൻ്റെ മോളെ വേണം. മോളില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാർ. അത് ശരിയാവത്തില്ല സാറേ. സിന്ധു നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോ, പക്ഷെ കൊച്ചിനെ എനിക്ക് വേണം. കൊച്ചിന് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോവും. എനിക്ക് മേലും കീഴും ഒന്നും നോക്കാൻ. सही बात है यार, तू तो अपने നിങ്ങളുടെ नया ഇമോഷൻ उसके साथ खुश പക്ഷെ എൻ്റെ रहे। മുമ്പിൽ ഇരുന്ന് വെല്ലുവിളിയും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ നോക്കിയിട്ട് ഇയാളുടെ ഭാഗത്ത് യാതൊരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചു നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ശനി ഞാൻ ഇയാൾക്ക് വിട്ടു കൊടുക്കും. സമ്മതം സാറേ. കൊച്ചിനെ കൊടുക്കാൻ എനിക്ക് സമ്മതമല്ല സാറേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവണം. എങ്ങനെയാണ് നമ്മളൊരു ഒത്തുതീർപ്പിൽ വിളിച്ചു വരുത്തിയത്? അപ്പോൾ രണ്ടുപേരുടെ ഭാഗം ചിന്തിക്കണ്ടേ? ഒരു വിട്ടുവീഴ്ചയുടെ സംസാരിക്കണം എന്താണ്? ഇയാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല കൊച്ചിനോട് ജീവിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചൊരു ഒത്തുതീർപ്പ് പറയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചു അമ്മയുടെ കൂടെ, ശനി ഞായർ അച്ഛൻ്റെ കൂടെ. ഇത് സമ്മതമാണെന്ന് പറയാൻ എഴുതി ഒപ്പിട്ട് വെക്കോ. കൊച്ചങ്ങേരുടെ അല്ല സാറേ. है കൊച്ചു സംഘടനൻ്റെയാ. यार कितनी गंदी आंटी है। कितनी गंदी आंटी है। പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. वही, और ये कितने अच्छे अंकल है, कितने अच्छे अंकल है यार। भगवान, अरे क्या करेगी? सुसाइड के अलावा उनके पास कोई ऑप्शन नहीं है, यही करेगी। गंदी आंटी, बहुत गंदी। थप्पड़ मार इसको। നിങ്ങളുടെ പറ. मार इसको, नारियल का मुक्का मार। അത് നിന്റെ കൊച്ചാണോ? കഴിഞ്ഞ 5 കൊല്ലം വളർത്താൻ കൊടുത്തത്. എടീ, വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്. നീ ഓർമ്മയിൽ വെച്ചോ. ഇറങ്ങി പോടി. कितनी गंदी आंटी थी यार। വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ये लड़की वो है कृष्ण वाया। പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഗുഡ് ഗുഡ്. കമ്മീഷണർ ഐസക്കിന് വെയിറ്റ് ചെയ്തായിരുന്നോ? എ സി ക്ഷണിച്ചു, കമ്മീഷണർ കാണാൻ സാർ. അത് ശരി. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശരിടാ. Sit down. Benita Dominic.
Nice name. Thanks. What you doing? സർ ഫൈൻ ആർട്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് नहीं नहीं इसकी शादी का वो है സർ ഫാമിലി ആയിട്ട് कार्ड Sure. കല്യാണത്തിന്റെ शादी का ഒരുക്കങ്ങളൊക്കെ कार्ड ആയോ? दे रहा है ആയിക്കൊണ്ടിരിക്കുന്നത് സർ. എത്ര ദിവസം ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്? സർ ഒരു 1 വീക്ക്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ cannot be spared for so long, man. സർ കല്യാണമാണല്ലോ. One second. Hello. Yeah, John. यार पता नहीं शादी के लिए भी छुट्टी मिली What? कि नहीं വീട്ടിലാരുണ്ടായിരുന്നു? മകനും മരുമോളും. ഇതെന്നാ നടന്നത്? ഓക്കെ, I'll take care of it. Don't worry. Take care. Bye. Biju, സർ call was from Panambali Nagar. There's a theft case. You just go and find out. I'll send you the telephone number and address. ഞാൻ ഇന്നലെ നോക്കാം സർ. ഇന്നലെ പോയി നോക്കാം. Do that. ഓക്കെ സർ. ശരി, താങ്ക് യു സർ. Anyway, wish you a happy married life to you बिज्जू की शादी and Benita Dominic. All the best. എന്നാണ് സ്വർണം കാണാതെ പോയത് നിങ്ങൾ അറിഞ്ഞത്? ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് സംഭവം മിസ്സിംഗ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞാൻ സാധാരണ സ്വർണ്ണമൊന്നും അങ്ങനെ ഇടാറില്ല, ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഇപ്പൊ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു, അവർ പക്ഷെ നിർത്തിപ്പോയി. അവരെന്ത് പറഞ്ഞാണ് പോയത്? ലാസ്റ്റ് അവർ ഉച്ചയാകുമ്പോഴേ ആരോ കാണണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അന്ന് അവർ നെട്ടൂര് പോവാന്നല്ലേ പറഞ്ഞത്. ആ ആക്ച്വലി ഒരു നെട്ടൂർ എന്തോ പോണെന്ന് പറഞ്ഞിട്ടാ പോയതെന്ന്. പിറ്റേ ദിവസം ഇവളുടെ മൊബൈലിലേക്ക് ആ സ്ത്രീയുടെ ഒരു മെസ്സേജ് വന്നിരുന്നു, അവരുടെ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞു. പിന്നെ വേറെ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഇല്ല. क्या मेड ने നിങ്ങൾ അവസാനമായി സ്വർണം കണ്ടു എന്ന് പറയുന്നത് ഈ സ്ത്രീ പോയതിനു ശേഷം? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ടിജോ എന്ന് പറഞ്ഞത്. പുള്ളിയുടെ ഫംഗ്ഷൻ വേണ്ടിയാണ് ഇത് ഞങ്ങൾ ലാസ്റ്റ് യൂസ് ചെയ്തത്. അറൌണ്ട് 27th മെയ്ഡ് ആക്ച്വലി തിരിച്ച് പോയത്. 27th ഉച്ചയ്ക്കാണ് അവർ പോയത്. ഏത് റൂമിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്? മാസ്റ്റർ ബെഡ്റൂമിൽ. ബെഡ്റൂം. വരും നോക്കാം. ഈ റൂമിൽ വേറെ ആർക്കൊക്കെ ആക്സസ് ഉണ്ട്? സാധാരണ മുമ്പൊക്കെ സെർവന്റ് വരുമായിരുന്നു ക്ലീൻ ചെയ്യാനൊക്കെ, പക്ഷെ ഇപ്പൊ സെർവന്റ് ഇല്ലല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കസിൻസ് വരും, പക്ഷെ ആരും കബോർഡൊന്നും അങ്ങനെ തുറക്കാറില്ല. वो तुम्हारे को थोड़ी पता है चोरी हो गई अभी भी कोई कबर्ड नहीं खोलता. ഇതായിരുന്നു അവർ ലാസ്റ്റ് അയച്ച മെസ്സേജ്, അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്. സാറേ അതെ സാറേ അതെ അവിടെ നേരെ വരുമ്പോൾ ഡെഡ് എൻഡ് ചെയ്യുന്നു, റൈറ്റിലേക്ക്. സാറേ ഇവിടെ ആരാണ്? എന്താ? ഞാൻ ബിജു പൗലോസ്, ടൗൺ എസ് ആണ്. ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്താ സാറേ, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നേ. इस पे चोरी അല്ല, का शक സാറുമാര് है यार. വന്നതിനാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതെ, ഞങ്ങൾ നിന്റെ ചേട്ടനെ കാണാനോ നിന്റെ പെണ്ണ് കാണാനോ വേണ്ടിയിട്ട് വന്നതല്ല. നീ ആ സ്കൈലാൻഡ് അപ്പാർട്ട്മെന്റിൽ 7A ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നോ? ഓല്ല സാറേ, നിന്നായിരുന്നു. അവിടുന്ന് 15 പവന്റെ സ്വർണ്ണ കളവ് പോയിട്ടുണ്ട്. അയ്യോ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അത് നീയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല സാറേ. സാറേ, അവർക്ക് കേസിനും പരിപാടിക്കൊന്നും താല്പര്യമില്ലെന്നാണ് वो वहाँ पे काम കേട്ടല്ലോ. അവർക്ക് കേസിന് വയ്യവേലിക്കുന്ന പോകാൻ യാതൊരു താല്പര്യമില്ല. ഞങ്ങള് പാവങ്ങളെ പറ്റി എന്തിനാ സാറേ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് കള്ളനാക്കിയാൽ മതിയോ? എന്താ ഇത്, അത്താഴത്തിന് വെച്ചിട്ട് മതിയായിരുന്നു. മര്യാദക്കാണെങ്കിൽ മര്യാദ. ആണുങ്ങളില്ലാത്ത സമയത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? मैनिपुलेट कर रहे हैं और कुछ നീ ഇങ്ങോട്ട് വന്നേ. यार अब पता नहीं आंटी ने एक्चुअली चोरी की है कि नहीं की है. बहुत सस्पिशियस सा मैटर है वही. बाकी देखते हैं कि अगले पार्ट में क्या होगा यार. जैसे जैसे मूवी आगे बढ़ रही है मजा तो आ रहा है. बिज्जू की भी शादी होने वाली है, तो देखते हैं अगले पार्ट में क्या होगा और आंटी वाला केस कैसे सॉल्व करता है. लेकिन वही शायद लास्ट केस होने वाला है इस मूवी का. तो गाइज यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए और अगर चैनल पे सब्सक्राइब. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हैं. तो मिलते हैं कौन ही पार्ट के साथ, तब तक के लिए बाय.